വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ റോളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, വെറുതെ ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ട് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് പൊടിച്ച് വെക്കണം. വെള്ളമൊക്കെ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഒരു പാൻ വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ 3 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പച്ചമുളകും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി പച്ചമുളക് ഒന്ന് ചൂടായി വരണം. അപ്പോൾ ചൂടാവുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒന്ന് ചൂടായി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിതിലേക്ക് എടുത്തത് 4 സവാളയാണ്. അത്യാവശ്യം ഒരു നോർമൽ വലിപ്പമുള്ള സവാളയാണ്. അപ്പോൾ 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ സവാള ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ സവാള ഇനി ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഉപ്പ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് സവാള വാടണം. സവാള നമുക്ക് എത്രയും വഴറ്റാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വഴന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇപ്പം നമ്മൾ ഈ ബേക്കറി സാധനങ്ങളായ ചിക്കൻ റോള് പപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു നല്ല മധുരമാണ് അകത്തും പുറത്തൊക്കെ. അപ്പോൾ ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി, ഞാനിപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും ഇത്രയൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ മഞ്ഞൾപ്പൊടി, ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗരം മസാലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി 1 ടീസ്പൂൺ. ഞാനിപ്പം ഗരം മസാല ഉള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് നോക്കണം. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ ചിക്കൻ നന്നായിട്ട് ചെറുതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചിക്കനാണ് ഇതിലേക്ക് ചേർത്തത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നല്ല ചൂടായിട്ട് ആ മസാല എല്ലായിടത്തും ആവുന്നവരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. എങ്കിലേ നല്ല ടേസ്റ്റൊക്കെ എല്ലായിടത്തും ആവുള്ളൂ. ചിക്കനിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി മസാലയൊക്കെ പിടിക്കണം. നമ്മുടെ ഫില്ലിംഗ് നിറയ്ക്കാനുള്ള ആ ഒരു ദോശ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 മുട്ടയാണ്. അപ്പം 2 മുട്ടയൊക്കെ ചേർക്കുമ്പോൾ നന്നായിട്ട് കിട്ടും അതിൻ്റെ ആ ദോശ. അതിന് വേണ്ടിയിട്ടാണ് 2 മുട്ട ചേർത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കട്ടി കുറഞ്ഞ ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. വളരെ കട്ടി കുറഞ്ഞതായിരിക്കണം. ഇങ്ങനെ ലൂസായിട്ടുള്ളത് വേണം തയ്യാറാക്കാൻ. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന പോലെ കട്ടിക്ക് ഒരിക്കലും ചെയ്യരുത്. ലൂസാക്കി ഉണ്ടാക്കിയിട്ട് നല്ല കട്ടി കുറഞ്ഞ് ചുട്ടെടുക്കാനുള്ളതാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കട്ടി കുറച്ചിട്ട് വേണം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാൻ. വളരെ കട്ടി കുറവായിരിക്കണം, നല്ല നൈസായിട്ടിരിക്കണം. എങ്കിൽ നമുക്കിത് മടക്കി നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ദോശ പിന്നെ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് മാത്രം അത്യാവശ്യം ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി കുക്കായാൽ മാത്രം മതി. നന്നായിട്ട് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു സൈഡ് മാത്രം കുക്കാവുമ്പോൾ നമുക്കിതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വയ്ക്കുമ്പോൾ ഒരു ദോശയുടെ പുറത്താക്കി മറ്റൊരു ദോശ വെക്കരുത്, ഒട്ടിപ്പിടിക്കും. സെപ്പറേറ്റ് വേണം വെക്കാൻ. ഇനി നമുക്കിതിനകത്തേക്ക് ഫില്ലിംഗ് വെക്കാം.
അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ദോശയ്ക്കകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെക്കുവാണ്. നമ്മുടെ ദോശയുടെ വലിപ്പം അനുസരിച്ച് വേണം അതിനകത്ത് ഫില്ലിങ് വെക്കാൻ. ഒരിക്കലും നിറഞ്ഞും പോവരുത്, അധികം ഫില്ലിങ് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു സൈഡിലേക്ക് പിടിച്ച് ഇങ്ങനെ ഒന്ന് മടക്കണം. മടക്കിയതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ രണ്ട് സൈഡിൽ നിന്നേക്ക് രണ്ട് സൈഡും വെച്ച് അകത്തേക്ക് മടക്കി കൊടുക്കണം. ഇത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്യരുത്. വളരെ ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്താലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോഫ്റ്റായിട്ട് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തും എടുക്കാൻ. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്തപ്പോൾ ഒരു 11 എണ്ണമൊക്കെ ഉണ്ട്. 11-12 എണ്ണമൊക്കെ കിട്ടും ഇത്രയൊക്കെ എടുത്ത് ചെയ്താൽ. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുട്ട മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ട നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. നല്ല കട്ടകളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഉടച്ചു കൊടുക്കണം. ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ബ്രെഡ് എടുത്ത് നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചാണ് ഈ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തത്. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഉണ്ടാക്കിയാൽ മതി. അരികളൊന്നും കളയാത്ത ബ്രെഡാണ്. ഫുൾ ബ്രെഡും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം. ഈ മുട്ടയുടെ മിക്സിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ആ മുട്ടയിൽ മുക്കിയത് നമ്മൾ ഈ ബ്രെഡിൻ്റെ പൊടിയിലേക്കിട്ട് ഒന്നുകൂടി ഒന്ന് തിരിച്ച് മറിച്ചോട്ട് എടുക്കണം. നമ്മുടെ ആ ചിക്കൻ റോളിലൊക്കെ ബ്രെഡ് നന്നായിട്ട് പിടിക്കണം. ബ്രെഡ് നന്നായിട്ട് പിടിച്ചാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത്യാവശ്യം പകുതി മാത്രം മുങ്ങി നിൽക്കാനുള്ള എണ്ണ. അതുപോലെ ഇത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ ചെറിയ പാൻ ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു സമയം 2 എണ്ണയെ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഇതിൻ്റെ കൂടെ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി. ഒരുപാട് കരിഞ്ഞു പോകരുത്. അതുപോലെ നന്നായിട്ട് മൂക്കുകയും വേണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ നമ്മൾ കടിക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നല്ലെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റായി പോവും. അതുപോലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടെ തന്നെ കഴിച്ചാലേ ആ ക്രിസ്പിനെസ് ഉണ്ടാവുള്ളൂ. ഒരുപാട് നേരം കഴിഞ്ഞാലൊന്ന് ഒരു വാടി തളർന്ന പോലെയൊക്കെ ആയിപ്പോവും. നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്